Hi everybody, MDC, Multidisciplinary Courses, Science, Semester 3rd. And the paper name is Understanding Kerala, Science, Culture and Literature. So when we come to this paper, today we are going to discuss the chapter Science in Our Society. Science in Our Society is a beautiful lecture or a speech delivered by Dr. B. Iqbal. സോ ഡോക്ടർ ബി ഇക്ബാൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ലെക്ചർ അല്ലെങ്കിൽ ഒരു സ്പീച്ച് അതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ സയൻസ് ഇൻ അവർ സൊസൈറ്റി. ഇനി ആരാണ് ഡോക്ടർ ബി ഇക്ബാൽ? ഹീസ് എ നോട്ടബിൾ ആക്ടിവിസ്റ്റ് ഇൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അതുമാത്രമല്ല ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് ഡെലിവർ ചെയ്യുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് RVG മേനോൻ അദ്ദേഹം എഴുതിയിട്ടുള്ള കേരള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചരിത്രം എന്ന് പറയുന്ന ആ ഒരു ബുക്കിൻ്റെ റിലീസിൻ്റെ വേളയിലാണ് ഇദ്ദേഹം ഈ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഈ ഒരു ലെക്ചർ അദ്ദേഹം നടത്തുന്നത്. നമ്മളുടെ ഡോക്ടർ ബി ഇക്ബാൽ. സോ ഈ ഒരു മനോഹരമായ സ്പീച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ലെക്ചറിൽ പറയുന്ന കാര്യം ഈ ടൈറ്റിലിൽ പറയുന്ന സെയിം സാധനമാണ്, അതായത് സയൻസ് ഇൻ അവർ സൊസൈറ്റി. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻസ് ഓർ വാട്ട് ഈസ് ദ റോൾ ഓഫ് സയൻസ് ഇൻ അവർ സൊസൈറ്റി? നമ്മുടെ സൊസൈറ്റിയിൽ സയൻസിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ സയൻസിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട്, സയൻസ് എന്നുള്ള ആ മേഖലയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു മനോഹരമായ ഒരു ലെക്ചർ അല്ലെങ്കിൽ ഒരു സ്പീച്ച്, അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the chapter Science in Our Society. സോ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഒന്ന്, സയൻസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഡെയിലി ലൈഫ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറയുന്ന ഒരു കാര്യം, ഒന്നാമത്തെ ഒരു കാര്യം സയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ആ ഒരു റോളിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ സയൻസിന് അതിൻ്റേതായ റോളുണ്ട്. ഇറ്റ് ഹെൽപ്സ് അസ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൗണ്ട് അസ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ടൊക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇംപ്രൂവ് ദ വേ വി ലിവ്. നമ്മൾ ജീവിക്കുന്ന ഈ ജീവിത ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി അതെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് സയൻസ് നമ്മളെ സഹായിക്കും. Thanks to science, we have better health care, faster communication and easier transportation. So അദ്ദേഹം താങ്ക്സ് പറയാണ് സയൻസിന്. എന്തിന്? ബിക്കോസ് വി ഹാവ് ബെറ്റർ ഹെൽത്ത് കെയർ. സയൻസ് കാരണം നമുക്ക് ഒരു മെച്ചപ്പെട്ട നല്ലൊരു ഹെൽത്ത് കെയർ ഇവിടെയുണ്ട്. ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈസിയർ ട്രാൻസ്പോർട്ടേഷൻ. ഇതൊക്കെ സാധ്യമാകുന്നത് സയൻസിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം സയൻസിന് നന്ദി പറയുകയാണ്. വി ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ ഫുഡ് ആൻഡ് ട്രീറ്റ് മെനി ഡിസീസസ്. അതേപോലെ തന്നെ ഒരുപാട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. അതുപോലെ തന്നെ പല അസുഖങ്ങൾ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നു. അപ്പോൾ എല്ലാത്തിലും സയൻസിൻ്റെ ഒരു കൈയുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇൻ ദി പാസ്റ്റ് പീപ്പിൾ believed in many superstitions because they didn't understand how nature worked. അദ്ദേഹം പറയുകയാണ്, പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ, സൂപ്പർസ്റ്റീഷ്യസ് ആയുള്ള ഒരുപാട് ബിലീഫ്സിലും കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നു. കാരണം ബിക്കോസ് ദേ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ നേച്ചർ വർക്ക്ഡ്. അവർക്ക് അറിയില്ല, അവർക്കിതിൻ്റെ ശാസ്ത്രീയ വശങ്ങളോ അല്ലെങ്കിൽ എന്താണ് സയൻസ്, ഇതിൻ്റെ റീസൺ സയൻസാണ്, അങ്ങനെയൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാത്തിനും അവർ ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിൽ കൊണ്ട് നടന്നിരുന്നത്. ബട്ട് സയൻസ് ടോട്ട് us ടു ഒബ്സർവ്, എക്സ്പെരിമെൻറ്റ് ആൻഡ് തിങ്ക് ലോജിക്കലി. പക്ഷേ സയൻസ് വന്നതിന് ശേഷം സയൻസ് നമ്മളെ പഠിപ്പിച്ചു എന്തൊക്കെ? ഒബ്സർവ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട്, അതുപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ലോജിക്കലി തിങ്ക് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ തിങ്ക് ചെയ്യാൻ, ഒബ്സർവ് ചെയ്യാൻ, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഒക്കെ സയൻസാണ് നമ്മൾ പഠിപ്പിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലെയൊക്കെ അന്ധവിശ്വാസങ്ങളെയും അതുമായി ബന്ധപ്പെട്ടുള്ള ബ്ലൈൻഡ് ബിലീഫുകളെയൊക്കെ, ഫാൾസ് ബിലീഫുകളൊക്കെ തുടച്ചു നീക്കിയത് സയൻസിൻ്റെ വരവോടുകൂടിയാണ് എന്ന് പറയുകയാണ്. ഇറ്റ് ഹെൽപ്ഡ് പീപ്പിൾ മൂവ് എവേ ഫ്രം ബ്ലൈൻഡ് ബിലീഫ്സ് ആൻഡ് സ്റ്റാർട്ട് ക്വസ്റ്റനിങ് തിങ്സ് വിത്ത് റീസൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൊസൈറ്റിയിലെ ബ്ലൈൻഡ് ബിലീഫുകളൊക്കെ മാറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്താ അതങ്ങനെ, അതിൻ്റെ റീസൺ എന്താണ്, എക്സാക്റ്റ് റീസൺ എന്താണ്? അപ്പോൾ എല്ലാത്തിനും ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അത് തിങ്ക് ചെയ്യാനായിട്ട്, ചോദിക്കാനായിട്ട് തുടങ്ങിയെന്ന് പറയുകയാണ്.
Still in our society today, many people don't have access to proper scientific knowledge. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഈ സയൻസ് അതിൻ്റെ ഒരു സാധ്യതകൾ അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. സ്റ്റിൽ ഇൻ അവർ സൊസൈറ്റി ടുഡേ മെനി പീപ്പിൾ ഡോണ്ട് ഹാവ് ആക്സസ് ടു പ്രോപ്പർ സയൻറ്റിഫിക് നോളേജ്. പല കാര്യങ്ങൾക്കും അവർക്ക് എന്തറിയില്ല, അതിന് പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് നോളേജ് അറിയില്ല. അതിന് പകരം അവർ കലാകാലങ്ങളായിട്ട് പണ്ടാരോ പറഞ്ഞു കേട്ട ബ്ലൈൻഡ് ബിലീഫുകളൊക്കെയാണ് ഓരോന്നിൻ്റെയും റീസണായിട്ട് അവർ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നടക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതിനൊരു സയൻറ്റിഫിക് റീസൺ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. സം സ്റ്റിൽ ഫോളോ സൂപ്പർസ്റ്റിഷ്യൻസ് ആൻഡ് ഫേക്ക് ബിലീഫ്സ്. ഇത്തരം ആൾക്കാർ ഫേക്കായിട്ടുള്ള ബിലീഫ്സുകളും അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഈ ലോകത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. That's why it's important to spread scientific thinking or what we call scientific temper. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, this is very important to share what is scientific thinking and what is scientific temper. അപ്പോൾ സയൻറ്റിഫിക് തിങ്കിങ് അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെമ്പർ, എല്ലാത്തിൻ്റെയും ശാസ്ത്രീയ വശം, സയൻസ്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായ ആവശ്യമായൊരു കാര്യമാണ് അദ്ദേഹം പറയുകയാണ്. എമംഗ് ഓൾ പീപ്പിൾ, എല്ലാ ജനങ്ങളിലേക്കും ഇത് എത്തിക്കണം. എന്താണ് സയൻസ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുടെയും സയൻറ്റിഫിക് റീസൺ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. സയൻറ്റിഫിക് ടെമ്പർ മീൻസ് ബീയിങ് ക്യൂരിയസ്. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഈ ലോകത്ത് ക്യൂരിയസ് ആയിട്ട് നിൽക്കുക, എന്തും അറിയാനുള്ളൊരു കൗതുകം, ഒരു ആകാംക്ഷ, എന്തും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ. അത് എത്ര വലിയ കണ്ടുപിടുത്തങ്ങളാണെങ്കിലും ശരി, എല്ലാം ഒരു ക്യൂരിയോസിറ്റി നിന്നാണ് ഉണ്ടാകുന്നത്. സോ സയൻറ്റിഫിക് ടെമ്പർ മീൻസ് ബീയിങ് ക്യൂരിയസ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്. നമുക്ക് കൗതുകങ്ങളുണ്ടായാൽ മാത്രം പോരാ, നമ്മൾ ചോദിക്കണം അതെന്തുകൊണ്ടാണ് അങ്ങനെ. ആൻഡ് നോട്ട് ബ്ലൈൻഡ്ലി ബിലീവിങ് തിങ്സ് വിത്തൗട്ട് പ്രൂഫ്. ഒരു കാര്യത്തിനെയും പ്രൂഫില്ലാതെ, എവിഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രൂഫില്ലാതെ അന്ധമായിട്ട് വിശ്വസിച്ച് പോകരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. സയൻസ് മസ്റ്റ് നോട്ട് ബി കെപ്റ്റ് ഓൺലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്സ്പേർട്സ് ഓർ റിച്ച് പീപ്പിൾ. ഇപ്പോൾ സയൻസ് എന്ന് പറയുന്നത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. ഇറ്റ് ഷുഡ് റീച്ച് എവ്രി വൺ, എല്ലാവരിലേക്കും അതെത്തണം. എസ്പെഷ്യലി സ്റ്റുഡൻസ്, ഫാമേഴ്സ്, വർക്കേഴ്സ്. അപ്പോൾ വിദ്യാർത്ഥികൾ, കർഷകർ, ജോലിക്കാർ, കോമൺ പീപ്പിൾ, സാധാരണക്കാർ, അവരിലേക്കൊക്കെ സയൻസ് എത്തണം. സയൻസ് എന്താണ്, എല്ലാത്തിൻ്റെയും സയൻറ്റിഫിക് വശങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവരിലേക്കും എത്തണം എന്ന് അദ്ദേഹം പറയുകയാണ്. A society that encourages science and knowledge becomes more just, fair and modern. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എ സൊസൈറ്റി ദാറ്റ് എൻകറേജ് സയൻസിനെ എൻകറേജ് ചെയ്യുന്ന, പരിപോഷിപ്പിക്കുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് എ സൊസൈറ്റി ദാറ്റ് എൻകറേജ് സയൻസ് ആൻഡ് നോളേജ്. അപ്പോൾ സയൻസിനെയും അതുപോലെ തന്നെ സയൻറ്റിഫിക് നോളേജിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് ബിക്കംസ് മോർ ജസ്റ്റ്. അപ്പോൾ അത്തരമൊരു സൊസൈറ്റി എങ്ങനെയാവും എന്ന് അദ്ദേഹം പറയുന്നത് ജസ്റ്റ്, വളരെ നീതിയോട് കൂടിയിട്ടുള്ള, ഫെയറോട് കൂടിയിട്ടുള്ള ആൻഡ് മോഡേൺ ആയിട്ടുള്ള, അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറും എന്ന് അദ്ദേഹം പറയുകയാണ്. സയൻറ്റിസ്റ്റ് ആൾസോ ഹാവ് ഡ്യൂട്ടി. അദ്ദേഹം സയൻറ്റിസ്റ്റുകൾക്കും ഡ്യൂട്ടി ഉണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. ദേ മസ്റ്റ് യൂസ് ദെയർ നോളേജ് ഫോർ ദ ഗുഡ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം അവരവരുടെ അറിവ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. ദ നോട്ട് ജസ്റ്റ് ഫോർ പ്രോഫിറ്റ് ഓർ ഫെയിം. പ്രോഫിറ്റിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ജസ്റ്റ് ഫെയിമിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കരുത് അവർ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സയൻസ് ഷുഡ് ഹെൽപ്പ് റെഡ്യൂസ് പോവേർട്ടി, ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്റ്റ് നേച്ചർ. അപ്പോൾ സയൻസിന് ഒരുപാട് വശങ്ങളും ഒരുപാട് അർത്ഥതലങ്ങളും അദ്ദേഹം കൽപ്പിച്ചു കൊടുക്കുകയാണ്. സയൻസ് എന്ന് പറയുന്നത്, സയൻസ് ഷുഡ് ഹെൽപ്പ് റിഡ്യൂസ് പോവേർട്ടി ഇല്ലാണ്ടാക്കാനായിട്ട് സയൻസ് ഉപയോഗപ്പെടുത്തണം. ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സയൻസ് പ്രയോജനപ്പെടുത്തണം. ആൻഡ് പ്രൊട്ടക്റ്റ് നേച്ചർ, അതിനൊക്കെ പുറമെ ഈ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സയൻസ് ഉപയോഗപ്പെടുത്തണം എന്ന് അദ്ദേഹം പറയുകയാണ്. ഇറ്റ് മസ്റ്റ് വർക്ക് വിത്ത് വാല്യൂസ് ലൈക്ക് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് പീസ്. ഇപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ഘട്ടങ്ങളിലായിരിക്കണം കളിക്കേണ്ടത്. ഏതൊക്കെ? ദ വാല്യൂസ് ലൈക്ക് ജസ്റ്റിസ്, നീതിയോട് കൂടിയിട്ടായിരിക്കണം. ഇക്വാലിറ്റി, എല്ലാവർക്കും തുല്യത കൊടുക്കണം. ആൻഡ് പീസ്, സമാധാനം കൊടുക്കണം. സയൻസ് എന്ന് പറയുന്നത് സമാധാനത്തിന് കൂടെ വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ആറ്റം ബോംബ്, ഈ യുദ്ധകാലത്തുള്ള ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബുകൾ, തോക്ക്, ഇതൊക്കെ സയൻസിൻ്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമല്ല സൊസൈറ്റിക്ക്, വേൾഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സമാധാനമായിട്ടുള്ള, പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സയൻസിന് കഴിയണം എന്ന് അദ്ദേഹം പറയുകയാണ്. സയൻസ് എലോൺ കനോട്ട് സോൾവ് ഓൾ പ്രോബ്ലംസ്.
അപ്പോൾ സയൻസിന് ഒറ്റയ്ക്ക് എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനായിട്ട് കഴിയില്ല. വി ഓൾസോ നീഡ് സ്ട്രോങ് വാല്യൂസ്. നമുക്കും വേണം, നമ്മുടെ മൈൻഡ് നമ്മൾ നേരെ ആവണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം നമ്മൾ തുടങ്ങണം, നമ്മൾ വേണം ആദ്യത്തെ നല്ല സ്റ്റെപ്പ് എടുത്തു വയ്ക്കാനായിട്ടെന്ന് പറയുകയാണ്. വി ആൾസോ നീഡ് സ്ട്രോങ് വാല്യൂസ്. നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിലും സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂസ് വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം, ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം വേണം. സയൻസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ടു ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ സയൻസും അതോടൊപ്പം നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്, ഇവിടെ ഉള്ളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ ഒരു പ്രവർത്തനം. അപ്പോൾ ഈ സയൻസും ഈ പറയുന്ന ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അത് ഒരുമിച്ച് കൈപിടിച്ച് പോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ നമുക്കുണ്ടാകും എന്ന് അദ്ദേഹം പറയുകയാണ്. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ സയൻസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മെഷീൻസ് ഓർ ഫോർമുലാസ്. സയൻസ് എന്ന് പറയുന്നത് വെറും മെഷീൻസോ ഫോർമുലകളോ മാത്രമല്ല. ഇറ്റ് ഈസ് എ വേ ഓഫ് തിങ്കിങ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് us ക്രിയേറ്റ് എ ബെറ്റർ ഫെയറർ വേൾഡ് ഫോർ ഓൾ. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് മെഷീൻസോ ഫോർമുലയോ മാത്രമല്ല, അതിനൊക്കെ പുറമേ അതെന്താണ്, നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന, നമ്മൾ ഒരുപാട് നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് ഈ പറയുന്ന സയൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സയൻസിനെ കുറിച്ചാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻസ്, ദ റോൾ ഓഫ് സയൻസ്. അതേസമയം തന്നെ അന്ധവിശ്വാസങ്ങളെ, ബ്ലൈൻഡ് ബിലീഫിനെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് പകരം അവിടെ ഒരു ശാസ്ത്രീയ മനോഭാവം, ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ സയൻസ് എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ പ്രതിപാദിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു ലെക്ചറാണ് ഈ പറയുന്ന സയൻസ് ഇൻ അവർ സൊസൈറ്റി എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ ബൈ ഓൾ, താങ്ക് യു.